ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നൂസിൻ്റെ 6th ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് ഇത് ആൻറ്റിമാരാണ് മെയിനായിട്ട്. നമ്മുടെ അമ്മൂസ് ആണ് ഈ കട്ടിലയിലിരിക്കുന്ന അമ്മൂസാണ് മെയിൻ ഇതിൻ്റെ എല്ലാം ഐഡിയാസും കേന്ദ്രവും എല്ലാം. അപ്പോൾ അങ്ങനെ അവർ നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കൂടെ എൻ്റെ നാത്തൂനും ഉണ്ട്, എൻ്റെ അനിയത്തിമാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി 6th എന്നുള്ളതിൻ്റെ സാധനങ്ങൾ തെർമോക്കോൾ വഴി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഫൈനൽ ബർത്ത്ഡേ വന്നു. സെറ്റിങ്സ് എല്ലാം ആരംഭിച്ചു. നാത്തൂനും അനിയത്തിമാരും പൊന്നൂസും എൻ്റെ അനിയനും പപ്പായും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇതേ സെറ്റിങ്സ് എല്ലാം തുടങ്ങി. മെയിനായിട്ട് നമ്മൾ ഹലോ കിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹലോ കിറ്റി കാർട്ടൂണിലെ എല്ലാ കഥാപാത്രങ്ങളെയും അമ്മൂസ് സെറ്റ് ചെയ്തു. പപ്പ ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് പപ്പായും ജോയിൻ ചെയ്തു. അനിയനും എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ച് തകൃതിയായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തിമാരാണ് അത് രണ്ടുപേരും. എൻ്റെ അനിയൻ്റെ വൈഫും എല്ലാവരും ഉണ്ട്. ഇതെൻ്റെ മമ്മി, പപ്പ, അങ്ങനെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. അങ്ങനെ ഒത്തിരി വലിയ ഫങ്ഷൻസൊന്നുമില്ല. എൻ്റെ 2-3 ഫ്രണ്ട്സിനെ മാത്രം വിളിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു ചെറിയ സെലിബ്രേഷനാണ്. അങ്ങനെ ഒരു ഫാമിലി എത്തി. അപ്പോൾ ഒരു ഫാമിലി വന്നുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഫാമിലി ഉള്ള ഇച്ചിരി ലേറ്റായി. ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞാണ് വന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കേക്ക് കട്ടിങ് തുടങ്ങി. പൊന്നു ഒത്തിരി ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നാത്തൂനാണ് ഈ ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. നാത്തൂൻ ഞാൻ കേക്ക് കൊടുത്ത സാധനം മിസ്സായിപ്പോയി എല്ലാവരെയും കാണിച്ചപ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് പപ്പ കൊടുത്തതെടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് എൻ്റെ പപ്പായും അമ്മയും. അപ്പോൾ അവർ രണ്ടുപേരും കേക്ക് കൊടുക്കുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ, എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. അങ്ങനെ എൻ്റെ പപ്പായും മമ്മിയും കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്ത ആളെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പൊന്നു വെയിറ്റിങ്ങിലാണ് ആരാണെന്നുള്ളതിൽ. ഞാനും വെയിറ്റിങ്ങിലാണ് ആരായിരുന്നു. ഓക്കെ, ഇതെൻ്റെ അനിയത്തിയുടെ എൻ്റെ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ അമ്മയും അനിയനും വന്നായിരുന്നു. അപ്പോൾ അവർ ബർത്ത്ഡേ ആയിട്ട് വന്നതല്ല, അവർക്ക് സർപ്രൈസ് ആയിപ്പോയി. അതിൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, പൊന്നൂസിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റുമായിട്ട് വന്നതായിരുന്നു. അപ്പോൾ വന്ന ദിവസമാണ് ഞങ്ങൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അവരും സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ആൻറ്റി കേക്ക് കൊടുത്തു. അനിയനും കൂടിയുണ്ട്. അനിയൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വന്നിട്ടില്ല. വഴിയെ കാണിച്ചു തരാം. ഇതെൻ്റെ അനിയൻ അലനും എൻ്റെ എൻ്റെ അനിയത്തിയാണ് ഓൾറെഡി. നാത്തൂൻ ഹന്നയും കൂടി അവർ കേക്ക് കൊടുക്കുവാണ്. അങ്ങനെ അവർ കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എൻ്റെ അനിയത്തിമാരാണ്. ആ ബ്ലാക്ക് ഉടുപ്പിട്ട ആൾ ടീച്ചറാണ്. ഇവിടെ അടുത്തൊരു CBSE സ്കൂളിൽ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ ആൾ ഫോറൻസിക് ക്രിമിനോളജി പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ എൻ്റെ 2 അനിയത്തിമാരും കേക്ക് കൊടുത്തു. ഇനി നെക്സ്റ്റ് ക്യാമറയുടെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ അനിയത്തിയുടെ ഭാവി വരൻ്റെ അനിയൻ ടോണി കേക്ക് കൊടുക്കുവാണ്. അങ്ങനെ ടോണിയും കേക്ക് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഫാമിലിയുടെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു അറ്റാക്കിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് 2 പേരും, അവർക്ക് 2 കുട്ടികളുമാണ്, അബിയും അതും. അപ്പോൾ അബിയും അതും കൂടി കേക്ക് പൊന്നൂസിന് കൊടുക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കേക്കൊക്കെ കൊടുത്തു. അങ്ങനെ കേക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അതിനിടയിൽ കൂടി കുറേ കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് കണ്ണമ്മോൻ. അങ്ങനെ കേക്ക് കൊടുക്കണം, ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുപ്പിക്കുമായിരുന്നു. അങ്ങനെ അവർ കുറച്ച് സംസാരത്തിലൊക്കെയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഗിഫ്റ്റ് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത എൻ്റെ ഫ്രണ്ട്
ഓക്കെ സോറി, അവരുടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞിട്ട് അവനവിടെ നിന്ന് മാറുന്നില്ല, ഇനി അവനെ വലിച്ചു മാറ്റേണ്ടി വരും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുവാണ്. അങ്ങനെ അവരവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫ്രണ്ട്സ് ഫാമിലി എന്താ പറയുക, അവനിങ്ങോട്ട് എത്തിയിട്ടില്ല, അവൻ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവരിങ്ങോട്ട് എത്തി. അങ്ങനെ ജോവയ്ക്കും ജോനയ്ക്കും എന്താണ് റോസും എല്ലാവരും കേക്ക് കൊടുത്തു. പൊന്നൂസ് ജോയ്ക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഹാപ്പി ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്തത് ജോയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ അവർ കേക്ക് കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും എന്തേ പപ്പയുടെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്, ഒരു കമ്മലായിരുന്നു. അങ്ങനെ കമ്മൽ കൊടുത്തു. പൊന്നു ഹാപ്പിയായി. പൊന്നു ഫോട്ടോയിൽ എടുക്കുന്നതിലാണ് പൊന്നു ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതേ കേക്ക് കട്ടിങ് ഒക്കെ ഓരോരുത്തർ കൊടുത്തു കഴിഞ്ഞപ്പോൾ പൊന്നൂസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോൾ പൊന്നു അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് കേക്ക് തന്നല്ലേ? അവരുടെ ഗിഫ്റ്റ് വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ചാടി കയറി പിടിച്ചു. അതിൻ്റെ ഗിഫ്റ്റിങ് തിരിച്ചു തന്നേക്കെന്ന് പറഞ്ഞാൽ അലം കൊണ്ടുപോയതിനാണ് അവിടെ ബഹളം. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ. അത് ഇതേ പായസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി, ചിക്കൻ ബിരിയാണിയും സാലഡും അച്ചാറും ഇതൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും എടുക്കാനുള്ള ഒരു വീഡിയോ ബ്ലോഗിൻ്റെ കാര്യമേ മറന്നുപോയി. ഫൈനലി രാത്രി ആയപ്പോഴാണ് ബ്ലോഗിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ ഞങ്ങൾ രാത്രിയെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടെ പാമ്പും കൊണി പിള്ളേരെ നിന്ന് അടിച്ചു മാറ്റി കളിച്ചുകൊണ്ടിരിക്കുമോ പാമ്പുങ്ങൾ. ഇതൊക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.